എനിക്കറിയാം ഈ വീഡിയോയുടെ ടൈറ്റിൽ കാണുമ്പോൾ ദുബായ് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ പറയുന്ന പോലെ തോന്നും, ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ. ഞാൻ എൻ്റെ സ്കൂളിംഗ് ഒക്കെ ചെയ്തത് ദുബായിൽ തന്നെയായിരുന്നു. എന്നിട്ട് ഐ കെയിം ബാക്ക് ടു ഇന്ത്യ ഫോർ മൈ ഹൈ സ്കൂൾ. എന്നിട്ട് പിന്നെയും കോളേജിന് വേണ്ടി ഞാൻ പിന്നെയും തിരിച്ചുപോയി. സോ ദാറ്റ്സ് വെരി മച്ച് മൈ ലൈഫ് ഇൻ ഷോർട്ട്. ഓൾസോ നിങ്ങൾക്ക് ദുബായിലുള്ള കോളേജ് എഡ്യൂക്കേഷനൊക്കെ പറ്റി അറിയണമെങ്കിൽ ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കാർഡ്സിലിടാം, നിങ്ങൾക്ക് യു കെൻ ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഇഫ് യു വാണ്ട്. ഇപ്പം അല്ല, ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് പോയിട്ടൊന്ന് കണ്ടോ. ആൻഡ് ബൈ ദ വേ, ഹായ് ആൻഡ് വെൽക്കം വെൽക്കം ബാക്ക്. ഞാൻ ഹനാൻ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഞാൻ ദുബായിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാം. ആൻഡ് ദാറ്റ് ഇസ് ദ ഫ്രീഡം. ഓക്കെ, ഞാൻ അത് പറയുമ്പോൾ ഐ എം നോട്ട് സെയിങ് കി ഞാനിവിടെ എന്തോ കൂട്ടിലിട്ട് വളർത്തിന്നൊന്നും അതൊന്നും ആയിരുന്നില്ല കേസ്. ബട്ട് നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോകാന്ന് പറയുമ്പോൾ നമുക്ക് മൈൻഡിലൊരു ഇതുണ്ടാകും, മൈ ഗോഡ്, ഇൻഡിപെൻഡന്റ് ലൈഫ്, കുറച്ചും കൂടി നമുക്ക് പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് വൺ തിങ് ഐ കോൺസ്റ്റന്റ്ലി ഹാഡ് ഇൻ മൈ മൈൻഡ്. ബട്ട് സ്റ്റിൽ ഞാൻ അവിടെ പോയപ്പോഴും ഐ വാസ് സ്റ്റേയിങ് വിത്ത് മൈ ഫാമിലി മെമ്പേഴ്സ് ഓൺലി. എന്നിട്ട് പിന്നെ ലേറ്റർ ഐ മൂവ് ടു ഹോസ്റ്റൽ ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വെയർ ലൈഫ് ബിഗാൻ. അഗൈൻ ഞാൻ പിന്നെയും ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പോവാണ്. ഹോസ്റ്റൽ ലൈഫ്, ഇൻഡിപെൻഡന്റ് ലൈഫ്, ആൻഡ് അതിനി അടിച്ചു പൊളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഹോസ്റ്റലിലേക്കൊക്കെ പോയത്. ബട്ട് ഐ മസ്റ്റ് സേ തിങ്സ് നെവർ റിയലി വെന്റ് അക്കോർഡിംഗ് ടു മൈ പ്ലാൻസ്. സോ വേറൊന്നും കൊണ്ടല്ല, ഈ വർക്ക്, കോളേജ്, അതിനിടയ്ക്ക് ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ടാസ്ക്. ഐ എം ഷുവർ ഈ ഒരു ലേറ്റ് 20s അല്ലെങ്കിൽ 25 വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഐ എം ക്വൈറ്റ് ഷുവർ ദേ കെൻ റിലേറ്റ് ടു ദിസ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഡയാക്ക് ഒക്കെ പോലുള്ള സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ തിങ്സ് ആർ സൂപ്പർ ഫാർ. ലൈക്ക് നിങ്ങൾക്ക് പിന്നെ ഒന്ന് ഷോപ്പിംഗ് പോകണം, അല്ലെങ്കിൽ ഒരു മോളിൽ പോകണം, അല്ലെങ്കിൽ വെറുതെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു പാർക്ക് പോലുള്ള സ്ഥലത്തെങ്കിലും പോകണം എന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് ഓൾ സോ ഫാർ അവേ. ലൈക്ക് നമ്മൾ കോളേജ് കഴിഞ്ഞാൽ at the end of the day, after college and work and everything, all I want is a good sleep and good food. And ഫുഡിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ കോളേജ് ഹോസ്റ്റലിൽ ഫുഡ് വേണ്ടാന്ന് വെച്ചിട്ട് ഐ തോട്ട് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാം, അങ്ങനെയെങ്കിലും ഞാൻ കുക്കിംഗ് ഒക്കെ പഠിക്കുമല്ലോ. ബിക്കോസ് എനിക്ക് സത്യം പറഞ്ഞാൽ കുക്കിങ്ങിന്റെ ABCD അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുക്കിംഗ് പഠിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഐ ഗോട്ട് ഓൾ ദ ഗ്രോസറി ആൻഡ് സ്റ്റഫ്, ബട്ട് ഐ സക്ഡ് അറ്റ് ഇറ്റ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇനിഷ്യലി ഐ സക്ഡ് അറ്റ് ഇറ്റ്. ആൻഡ് എനിക്ക് ഗുഡ് ഫുഡ് കിട്ടാനുള്ള ഒരേ ഒരു മാർഗം വാസ് മൈ ഫ്രണ്ട്സ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദം. കാരണം അവരവരുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് എനിക്ക് കൊണ്ടുത്തരായിരുന്നു. ബിക്കോസ് ഇനിഷ്യലി ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. കാരണം ഫുഡൊക്കെ മാനേജ് ചെയ്യുക, സ്പെഷ്യലി മാഗി പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ അറിയാത്ത എനിക്ക് ദാറ്റ് വാസ് ഹെവൻലി. ആൻഡ് another thing is homesickness. I'm not even kidding, especially when you're very close to your family members and stuff. ഈ ഹോം സിക്നെസ് ഇസ് ആക്ച്വലി റിയൽ. ഓക്കെ, ആൻഡ് ഈദിനൊക്കെ നമുക്ക് 5 to 7 days ലീവ് ഉണ്ടാവും. അപ്പം ആ ലീവിന് ഐ ന്യൂ ദാറ്റ് ഐ വാസ് ഗോണ ബി അലോൺ ഇൻ ദ ഹോസ്റ്റൽ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, യു ക്യാൻ കം വിത്ത് us, like, you know, enjoy and have fun, ഈദ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വി ഹാഡ് സോ മച്ച് ഫൺ there as well. So yes, കോളേജ് ഹോസ്റ്റലും കോളേജും അടിപൊളിയാവാനുള്ള one of the biggest reason were my friends. Next and the foremost thing is managing your finance. നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്ന ഒരാളാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ജോബ് നോക്കിയിട്ട് പോകുന്ന ഒരാളാവട്ടെ, let me put this one thing out there. Dubai is not cheap. It's freaking expensive. Okay, that's the truth. ചില Emirates like അജ്മാൻ അല്ലെങ്കിൽ റാസൽ ഖൈമ, those are comparatively much cheaper. Especially living expenses കാര്യമൊക്കെ അവിടെ നല്ല ചീപ്പറാണ്. ബട്ട് ദുബായ് is not cheap, and എൻ്റെ കോളേജ് was located in Dubai, so I didn't have another choice. ഇനി എല്ലാ സ്ഥലത്തെയും പോലെ തന്നെ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ലാവിഷ് ആയിട്ട് യു ക്യാൻ ത്രോ അറൌണ്ട് മണി ആൻഡ് ലിവ് ലൈക്ക് എ പ്രിൻസസ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിഡിൽ ക്ലാസ് ലൈഫ് അവിടെ ജീവിക്കാം. ഇനി എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇവിടുന്ന് പോകുന്നവര് ഐ ഹാഡ് ദിസ് വൺ തിങ് ഇൻ മൈ മൈൻഡ്, ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് ഓൾറെഡി എൻ്റെ പേരൻസ് ആർ പേയിങ് ഫോർ മൈ ട്യൂഷൻ ഫീസ് ആൻഡ് സ്റ്റഫ്. സോ ഐ ഡിഡ് നോട്ട് വോണ്ട് ടു ബർഡൻ ദം വിത്ത് additional expenses. Okay, because എൻ്റെ കോളേജ് ആൻഡ് പിന്നെ ഹോസ്റ്റൽ, പിന്നെ ബസ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിസ, ഇതൊക്കെ തന്നെ ആകുമ്പോൾ തന്നെ ഒരു പ്രിറ്റി നല്ല എമൗണ്ട് തന്നെയായി. സോ ഐ ഹാഡ് ദിസ് വൺ തിങ് ഇൻ മൈ മൈൻഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ബർഡൻ ദം വിത്ത് എനി മോർ എക്സ്പെൻസ്. സോ ഞാൻ പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ താമസം മാറിയതിന് ശേഷം ഐ സ്റ്റാർട്ടഡ് കീപ്പിംഗ് എ ട്രാക്ക് ഓഫ് all my expenses. Like even if it's the tiniest one, okay, maybe ഞാൻ ഫുഡ് വാങ്ങി എക്സ്പെൻസ് ആയിരിക്കും, അതുവരെ ഞാൻ നോട്ട് ചെയ്ത് നോക്കും. And I think now that I look back at it, I think that's one of the best things that I started doing. Because ഞാൻ അങ്ങനെ ഒരാളായിരുന്നില്ല. I never even kept track of my expense and stuff. അങ്ങനെ ഒരു കോൺസെപ്റ്റ് എൻ്റെ ലൈഫിൽ അതുവരെ ഉണ്ടായിരുന്നില്ല. But once I started living alone, that is the first thing I started doing, and that made a huge difference in my life. And I think നമ്മൾ എല്ലാവരും അത് ചെയ്തു തുടങ്ങണം. Even if നമ്മൾ പോക്കറ്റ് മണി നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പോലും keep a track of it. Because that's how you learn the value of money, and that is important. ഇനി നമുക്ക് UAE എനിക്ക് തന്നിട്ടുള്ള ഒരു എക്സ്പോഷറിനെ പറ്റി പറയാം. Okay, I don't even know where to start.
ഓക്കെ, ഇവിടുന്ന് പോകുന്ന സമയത്ത്, ലൈക്ക് നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത്, ഐ യൂസ് ടു ബി എ വെരി ഇൻട്രോവേർട്ട് എന്ന് പറയില്ല, ഒരു ആംബിവേർട്ട് കൈൻഡ് ഓഫ് കിഡ്. ഓക്കെ, ഐ യൂസ് ടു ബി എ വെരി റിസർവ്ഡ് പേഴ്സൺ. എനിക്ക് എൻ്റെ ഒരു സർക്കിളിലുള്ള ആൾക്കാരുമായിട്ട് ഞാൻ അങ്ങനെ മിങ്കിൾ ചെയ്യും. ഐ ഡോണ്ട് യൂഷ്വലി ലെറ്റ് പീപ്പിൾ ഫ്രം ഔട്ട് സൈഡ്, ലൈക്ക് എൻ്റെ ആ ഒരു സർക്കിളിലേക്ക് അങ്ങനെ ആൾക്കാരെ ഐ നെവർ റിയലി ലെറ്റ് പീപ്പിൾ ഇൻ. അങ്ങനെ ഒരാളായിരുന്നു. ബട്ട് വൺസ് ഐ വെൻ ദർ, ഒബ്വിയസ്ലി മൊത്തത്തിൽ പുതിയ ആൾക്കാർ, പുതിയ കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാർ. സോ ഇറ്റ് വാസ് ഓൾ ന്യൂ ടു മീ. ഐ നോ, ഇപ്പം നിങ്ങൾ പറയും പക്ഷെ നീ പണ്ടേ ദുബായിൽ തന്നെ ആയിരുന്നു, സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? പണ്ട് ഞാൻ ലൈക്ക് സ്കൂൾ ടൈമിലൊക്കെ എൻ്റെ ഫ്രണ്ട്സ് വർ ഓൾ മല്ലൂസ് ഓൺലി, ഫുൾ മലയാളി ഗാങ് ഒക്കെ ആയിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത്. ബട്ട് കോളേജിൽ പോയ സമയത്ത് ഇവൻ മൈ ഫ്രണ്ട് സർക്കിൾ ചേഞ്ച്. ലൈക്ക് മൈ ഫ്രണ്ട്സ് വർ ഫ്രം മുംബൈ ആൻഡ് കശ്മീർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ അതും ചേഞ്ച് ആയി. പ്ലസ് ഐ സ്റ്റാർട്ടഡ് മീറ്റിംഗ് എ ലോട്ട് ഓഫ് അതർ പീപ്പിൾ ആൻഡ് ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ദാറ്റ് ഫോർ ഓൾ ദിസ് വൈൽ ഐ വാസ് ലിവിങ് ഇൻ എ ബബിൾ. അപ്പം സ്ലോലി ഗ്രാജുവലി ഞാൻ ആ ഒരു ബബിൾ ബ്രേക്ക് ചെയ്തു. ഐ കീം ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഡിഡ്. സോ വാട്ട് ഐ വുഡ് റെക്കമെൻഡ്, ലൈക്ക് ഈ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ, വാട്ട് ഐ വുഡ് റെക്കമെൻഡ് ഇസ് try coming out of that bubble. Okay, I know it is not easy, I know it takes time, but നമുക്ക് നമ്മൾ ആ ഒരു ബബിൾ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കുന്ന ഒരു എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും ദാറ്റ്സ് ഗോണ മേക്ക് എ ഡിഫറൻസ്. സോ ട്രൈ എവറിഥിങ് ദറ്റ് യു ക്യാൻ. പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുക, ട്രൈ ഇന്ററാക്ടിങ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ. ദാറ്റ് ആക്ച്വലി വിൽ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. സോ ദാറ്റ് ഈസ് സംതിങ് ഐ റിയലി വാണ്ട് പുട്ട് ഔട്ട് ദെയർ. കാരണം നിങ്ങൾ എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് എന്നെ പോലെ പണ്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പോലെ നിങ്ങളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, try meeting new people. That's the best thing you can do. ആൾക്കാരുമായിട്ട് interact ചെയ്യുക, even if it's difficult. Face people, talk to them. You will see the difference. Now talking about the lifestyle in Dubai. നമുക്കൊക്കെ ദുബായ് എന്ന് പറയുമ്പോൾ ഒരുപാട് കോൺസെപ്റ്റ്സ് ആണ്. ബുർജ് ഖലീഫ, ബുർജ് അൽ അറബ്, ഗോൾഡൻ ടീ, ഗോൾഡൻ മന്തി. ഐ നോ ഇതൊക്കെ അവിടെ കിട്ടും. പക്ഷെ നിങ്ങളൊരു ടൂറിസ്റ്റ് ആയിട്ട് പോവാണെങ്കിൽ ഇതൊക്കെ ഈസിലി പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ബിക്കോസ് നിങ്ങൾ ആ നാട് കാണാൻ വേണ്ടി പോവാണ്, നാട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബട്ട് നിങ്ങൾ അവിടെ ഇതുപോലെ ജോബിന് വേണ്ടി പോകുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് അവിടെ നിന്ന് ഇഫ് യു വോണ്ട് സ്റ്റാർട്ട് യുവർ ലൈഫ് ഫ്രം സ്ക്രാച്ച് ആൻഡ് എവറിഥിങ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ യു ആർ ജസ്റ്റ് ദെയർ ഫോർ വർക്ക്, അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ വാട്ട് ഐ വുഡ് റെക്കമെൻഡ് ഇസ് ആ ഒരു ഡ്രീം ലൈഫ് തൽക്കാലം സൈഡ് ആക്കിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടി റെഡി ആയിട്ട് പോകും. ബിക്കോസ് the number of opportunities that you get there is endless. If you have the qualification and education for it, ഒരുപാട് ഡോർസ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആവും. ബട്ട് give it some time because it's not easy to get a job. അത് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും it's very difficult to get a job. Let me be very honest about it. Okay, ഞാനത് തുറന്നു പറയാം. It's very difficult to get a job. It's very difficult to land a job. But once you get it, then you're set. പക്ഷെ അഗൈൻ കഷ്ടപ്പെടാൻ റെഡി ആയിട്ട് ആ ഒരു ഡ്രീം തൽക്കാലം സൈഡാക്കി വെച്ചിട്ട് ആ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ, ആ ഒരു ഇമാജിനറി ലൈഫ് ഉണ്ടല്ലോ, അത് തൽക്കാലം സൈഡാക്കിയിട്ട് വൺസ് യു നോ ദാറ്റ് യു ഹാവ് ഏൺഡ് എനഫ് ഫോർ ദാറ്റ് ലൈഫ്, എന്നിട്ട് മാത്രം അതിലേക്ക് പോവുക. അല്ലെങ്കിൽ you will feel a little disappointed. So ഇനി എൻ്റെ ഒരു ഓവറോൾ വ്യൂ പോയിന്റ് പറയുകയാണെങ്കിൽ, പലരും പറയും that Dubai is the city of dreams. But if you ask me, I'd say that Dubai is a city that makes you want to dream more. Like പ്രത്യേകിച്ച് ഒരു ഡ്രീമും ഇല്ലാണ്ട് അവിടെ പോകുന്ന ഒരാൾക്ക് പോലും എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്യാൻ തോന്നും. It's the kind of effect that country has on its citizen. I'm not even kidding. So if you ask me, ഞാൻ ഇനിയും അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ 100% yes. Like എന്നെ സംബന്ധിച്ചിടത്തോളം ദുബായ് is like my second home. Like I've spent most of my life there. So എപ്പോൾ അവിടത്തേക്ക് തിരിച്ചു പോകാനും I am way more than happy and I love that country. Like ദുബായ് നമുക്ക്, like UAE നമുക്ക് തരുന്ന കുറച്ച് അഷുറൻസ് ഉണ്ട്. നമ്മുടെ സെക്യൂരിറ്റി, ലൈഫ്, എവറിഥിങ്, എഡ്യൂക്കേഷൻ, everything you get there is premium. Okay, so I mean once you start living there you will understand it. പലരും വിചാരിക്കും, എനിക്കറിയാം ഇത് പുറത്ത് പോയി വന്ന പലരും പറയുന്ന കാര്യമാണ്. ആൻഡ് പലരും പറയും ഇതിന്റെ വെറുതെ കടന്ന് പൊക്കല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വൺസ് യു സ്റ്റാർട്ട് ലിവിങ് ദേ, വൺസ് യു ഗെറ്റ് സെറ്റിൽഡ് ഇൻ ദാറ്റ് കൺട്രി, ദാറ്റ്സ് വെൻ യു റിയലൈസ് കി ഇത് എത്രത്തോളം നല്ലതാണ്. സോ യെസ്, ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഇറ്റ് വാസ് ജസ്റ്റ് മീ ഷെയറിങ് മൈ എക്സ്പീരിയൻസ്. നിങ്ങൾ ആരെങ്കിലും ദുബായിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഐ തിങ്ക് ഈ വീഡിയോ എല്ലാവർക്കും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഡിഡ്, do let me know in the comment section below. I would love to know that. So yes, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാലോ, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വുഡ് ബി ദ വേൾഡ് ടു മീ. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നതുവരെ യഥാശിസ്.